ഞാനൊരു ഭസ്മം പൂജിച്ചു തരാം. ആ ഭസ്മം പിന്നെ ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയുടെ അച്ഛന്റെ ഉദരത്തിലേക്ക് എത്തുന്ന തരത്തിൽ, ഉദരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്റിലേക്ക് എത്തുന്ന തരത്തില് അത് പിന്നെ എന്തിലെങ്കിലും കലക്കിയിട്ടോ അദ്ദേഹം കഴിക്കുന്ന ചായയിലോ ഭക്ഷണത്തിലോ ഇട്ടിട്ട് ആ ഭസ്മം അയാളുടെ വയറ്റിലേക്ക് എത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഗതി അവിടെ ക്ലോസ് ആയിക്കോളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ടൊരു ഹീനകർമ്മം ചെയ്ത സ്ഥിതിക്ക് മരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളതേ. ക്ഷണനം ആണ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ വധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതേപോലെ അതേ നാണയത്തിൽ നമുക്കൊന്ന് തിരിച്ചും കൊടുക്കാം. എന്നിട്ടും നടന്നിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പൂജാരിന് നല്ല ചെലവുണ്ട്. 25,000 രൂപ ചെലവുണ്ട്. ആ പൂജ അപ്പൊ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ആദ്യം നമുക്ക് ഭസ്മപ്രയോഗം നടത്തി വെക്കുക. അതിനുശേഷം കുട്ടിയുടെ മനസ്സ് തീരെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളോ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇവിടുന്ന് പോയാൽ തന്നെ ഞാൻ അതിനുള്ള പൂജ നടത്തിക്കോളാം. നിങ്ങൾ അത് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി അതിന്റെ പൈസ ചെലവ്. പക്ഷെ നിങ്ങളത് പോയിട്ട് ഈ ഭസ്മം കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക. എന്നിട്ട് അച്ഛന്റെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞാൽ മതി. മനസ്സ് മാറില്ല, ചിലപ്പോൾ ആളടിച്ചു പോകും.